യൂസർ ഇന്റർഫേസിൽ ജനറൽ ആയിട്ടുള്ള ടി കോഡുകളും ഷോർട്ട് കട്ടും ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് വേറെ കുറച്ച് ബട്ടൺസും കൂടി ആ ഒരു സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സേവ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ആവശ്യം വന്ന ഒരു ഓപ്ഷൻ ആണ് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് ഇപ്പോ ഈ OX02 എന്ന് പറഞ്ഞ ഒരു ടി കോഡ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഒരു പേജിലേക്ക് വന്നു. അപ്പോൾ ആ പേജില് ഇപ്പൊ യാഷ് എന്ന് പറഞ്ഞൊരു കമ്പനി കിടപ്പുണ്ട്. ഓക്കെ, ജസ്റ്റ് അതിനെ ഞാനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ യാഷ് 2 എന്ന് പറഞ്ഞ പേര് കാണും. അപ്പൊ ആ പേര് ഞാനിപ്പോ മാറ്റിയിട്ട് ജസ്റ്റ് ട്രയൽ കമ്പനി എന്നാക്കി. അതായത് പേര് യാഷ് 2 എന്നുള്ളത് മാറ്റിയിട്ട് ട്രയൽ കമ്പനി എന്നാക്കി. അപ്പൊ ഒരു വ്യത്യാസമാണ് ഇവിടെ ഇപ്പോ വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവറിലേക്ക്, അതായത് നമ്മൾ പുറത്തുള്ള ഒരു സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും സേവ് ചെയ്യണം. അതെല്ലാ സോഫ്റ്റ്വെയറിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യണം. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ബട്ടണാണ് ഈ സേവ്. അപ്പൊ അത് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. പിന്നെ സേവ് ചില സാഹചര്യങ്ങളിൽ സേവ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമൈസിങ് റിക്വസ്റ്റ് വരും. അതെന്താണെന്ന് പിന്നീട് നമുക്ക് പറയാം. തൽക്കാലം ഇങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ ഒന്ന് എൻ്റർ അടിച്ച് പോവാം. ഓക്കെ, അപ്പൊ താഴെ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഡാറ്റ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സേവ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ സേവ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എപ്പോഴും ആ പേര് തന്നെ ആയിട്ട് കിടക്കും. അതായത് ഇപ്പൊ ഇതിന്റെ പേര് യാഷ് 2 എന്നായിരുന്നു, അതിപ്പോ മാറ്റിയിട്ട് ഞാൻ ട്രയൽ കമ്പനി എന്നാക്കി. ഇനി തിരിച്ച് ഇത് വേറെ ആരുടെയോ കമ്പനിയാണ്, അപ്പൊ വീണ്ടും തിരിച്ച് ഞാൻ യാഷ് 2 എന്നാക്കിയിടും. സേവ്. ഓക്കെ, അതും സേവ് ചെയ്തു. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബട്ടണാണ് ഈ ബാക്ക് ബട്ടൺ എന്ന് പറയുന്നത്. F3 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിലേക്ക് പോകാൻ പറ്റും. തൊട്ട് മുമ്പത്തെ പേജിലേക്ക് പോകാനായിട്ടാണ് ഈ ഒരു ബാക്ക് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പേജിലേക്ക് പോയി. അതായത് ഇപ്പോ ഇവിടെ നിന്ന് ഞാനിപ്പോ ഈ ഒരു യാഷ് 2 നിൽക്കുന്നു, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതിന്റെ അകത്തേക്ക് പോയി. ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പത്തെ പേജ് വന്നു. വീണ്ടും ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇനി ബാക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് ബട്ടൺ ഹിഡൻ മോഡിലായി. ഓക്കെ, അതാണ് ബാക്ക് ബട്ടൺ. ഇനി എക്സിറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത എല്ലാ പേജിൽ നിന്നും എക്സിറ്റ് ആവാനായിട്ട്. അതായത് ഇപ്പോൾ OX02 അതിൽ തന്നെ വെക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഈ യാഷ് 2 ഡബിൾ ക്ലിക്ക് ചെയ്ത് നേരത്തെ ബാക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, തൊട്ട് പ്രീവിയസ് പേജിലേക്ക് വന്നു. അതേസമയം ഇപ്പോൾ എക്സിറ്റ് രണ്ടാമത്തെ ബട്ടൺ, ഈ മഞ്ഞ കളർ ബട്ടൺ ആണ് എക്സിറ്റ്. അതായത് ഇങ്ങനെ ഓരോ മൗസ് കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ബാക്കും എക്സിറ്റും. ഓക്കെ, അപ്പൊ ഈ ബട്ടൺ ഏതാണെന്നൊരു ഐഡിയ വെക്കുക. കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ ബാക്ക് ബട്ടൺ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ കയറി എക്സിറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ചെയ്തതെല്ലാം ഡിലീറ്റ് ആയി പോകും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എല്ലാവരും ഡയറക്റ്റ് എക്സിറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അതാണ്. അപ്പൊ ഈ ബട്ടൺ ഏതാണെന്ന് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൗസ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പൊ സിസ്റ്റം പറഞ്ഞുതരും അത് ഏത് ബട്ടൺ ആണെന്നുള്ളത്. അപ്പോ ഈ എക്സിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് തൊട്ട് മുമ്പത്തെ പേജിലേക്ക് പോവാതെ ഫസ്റ്റ് പേജിലേക്ക് എക്സിറ്റ് ആയി പോകും. അതാണ് എക്സിറ്റ് ബട്ടൺ. അതായത് ഇപ്പോൾ OX02 ഈ പേജിൽ നിൽക്കുന്ന സമയത്ത് ബാക്ക് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഒരു പേജ് ബാക്കിലേക്കാണ് വന്നത്. അതേസമയം എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് പേജിലേക്ക് ജമ്പ് ചെയ്തു പോകും. ഓക്കെ, അതാണ് എക്സിറ്റ് ബട്ടൺ. ഇനി നെക്സ്റ്റ് കാര്യമാണ് ക്യാൻസൽ എന്ന് പറയുന്നത്. ക്യാൻസൽ നമ്മളിപ്പോ ഒരു പേജിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. നേരത്തെ പോയ പേജിൽ തന്നെ പോവാം. ഇപ്പൊ ഇതിന്റെ പേര് ഞാൻ മാറ്റി, സിറ്റി മാറ്റി, ഇങ്ങനെ കുറച്ച് ചേഞ്ച് ഇതിലിപ്പോ വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ
എനിക്ക് തോന്നി ഇതൊന്നും വരുത്തേണ്ട കാര്യമില്ലായിരുന്നു, വേറെ ഒരാളുടെ കമ്പനിയാണ്, എന്തിനാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ക്യാൻസൽ എന്നുള്ള ബട്ടൺ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഒരു മെസ്സേജ് തരും, നമ്മൾ വരുത്തിയ എല്ലാ ചേഞ്ചസും ലോസ്റ്റ് ആവും, ക്യാൻസൽ ചെയ്യണം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് ജസ്റ്റ് ബാക്കിലേക്ക് വരും. ഓക്കെ, അതായത് സേവ് ചെയ്യാതെ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിലാണ് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചില സാഹചര്യങ്ങളിൽ മാത്രം ആണ് ഈ പറഞ്ഞ ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഇവിടെ ഒരു ബൈനോക്കുലറിന് സിമ്പിൾ ഉണ്ട്, അത് നിലവിൽ ഇപ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. രണ്ട് ബൈനോക്കുലർ ഉണ്ട്. ഇതാണ് ഫൈൻഡ്, ഫസ്റ്റ് ബൈനോക്കുലർ ഫൈൻഡും സെക്കൻഡ് ബൈനോക്കുലർ ഫൈൻഡ് നെക്സ്റ്റ് എന്നും പറയും. ഇത് എപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചില വിൻഡോസിൽ പോകുമ്പോൾ, അതായത് ഇങ്ങനൊരു വിൻഡോയിലേക്ക് പോയി ഇനി ഈ പേജിലുള്ളത് കുറെ ഡാറ്റയാണ്, അതായത് പല പല പേരുകൾ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ആയിരക്കണക്കിന് പേരുകൾ ഇതിന്റെ അകത്ത് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു കമ്പനീനെ കണ്ടുപിടിക്കണം. ഓക്കെ, സേ ഒരു ജാഗ്വാർ എന്നുള്ളൊരു പേര് താഴെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഇനി വീണ്ടും അതേ പേര് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണത്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു മുകളിലുള്ള ബൈനോക്കുലർ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അതായത് ഇവിടെ ഫൈൻഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ജാഗ്വാർ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ജാഗ്വാർ മോട്ടർ അത് സിസ്റ്റം കണ്ടുപിടിച്ച് തരും. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നോക്കുക, ഈ ഒരു കിയ എന്ന് പറയുന്ന രണ്ട് കമ്പനി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഫൈൻഡ് ചെയ്യുന്നത് കിയ എന്നാണെങ്കിൽ കിയ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം നമുക്ക് എത്ര കിയ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു തരും. 3 കിയ ഉണ്ട്. അപ്പോ ഫസ്റ്റ് കിയ എന്ന് പറഞ്ഞ കമ്പനിയെ സെലക്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഫസ്റ്റിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് ഈ ഒരു ബൈനോക്കുലറിന്റെ പ്ലസും കൂടെ ഉള്ള ബൈനോക്കുലർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കിയ എന്നുള്ള വാക്കുള്ള അതാണ്. നെക്സ്റ്റ് കിയ ഉള്ളത് കിയ ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ നോക്കുക. ഇപ്പോൾ ഈ ഒരു റെഡ് ബൗണ്ടറി നിൽക്കുന്നത് ഫസ്റ്റ് കിയയിലാണ്. ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കിയയിലേക്ക് അത് ജമ്പ് ചെയ്ത് പോയി. വീണ്ടും ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കിയ ഇന്ത്യ. ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഓക്കെ, നെക്സ്റ്റ് കിയ മോട്ടേഴ്സിലേക്ക് വന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത കിയ മോട്ടേഴ്സിലേക്ക് വന്നു. ഓക്കെ, അതായത് നെക്സ്റ്റ് പോസിബിൾ എൻട്രിയിലേക്ക് പോകാനായിട്ടാണ് ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബൈനോക്കുലറിന്റെ പോലെ തന്നെ ഫൈൻഡ് ചെയ്യാനായിട്ട് ബൈനോക്കുലർ യൂസ് ചെയ്യുക. ചില വിൻഡോയിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, പ്രീവിയസ് പേജ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബട്ടൺ ഉണ്ട്. വലിയ പേജുകളൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് പോകും. ലാസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകും. അതായത് ഈ കഴ്സർ നോക്കിയാൽ മതി, അല്ലെങ്കിൽ സ്ക്രോൾ ബാർ നോക്കിയാൽ മതി, ലാസ്റ്റ് പേജിലാണ് എത്തിക്കുന്നത്. പിന്നെ ഓരോ പേജും മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പേജ് അപ്പ് ഉണ്ട്, പിന്നെ പേജ് ഡൗൺ ഉണ്ട്. ഓക്കെ, അങ്ങനെ നാവിഗേഷൻ സഹായിക്കുന്ന കുറച്ച് ബട്ടൺസ് ആണിത്. പിന്നെ ഉള്ളൊരു ബട്ടനാണിത്, ക്രിയേറ്റ് ന്യൂ സെഷൻ. ഇത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും ചിലപ്പോൾ, സിസ്റ്റം നെറ്റിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ അതിൽ ക്രിയേറ്റ് ന്യൂ സെഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഓക്കെ, ഇനി വീണ്ടും ഈ ക്രിയേറ്റ് ന്യൂ സെഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും. ഇനി ഇതിനൊരു ഷോർട്ട് കട്ടും ഉണ്ട്, അതാണ് Ctrl+N. അതായത് ഇപ്പോൾ ബാക്കി എക്സൽ, വേർഡ് അതിലൊക്കെ നമ്മൾ Ctrl+N എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ SAPയിലും നമുക്ക് Ctrl+N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ മാക്സിമം 6 വിൻഡോസേ നമ്മൾക്ക് SAPയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ 1, 2, 3, 4, 5 വിൻഡോ ഇവിടെ SAPയുടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വിൻഡോസ് ഇങ്ങനെ ഇത്രയും വിൻഡോസ് തരുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്ക്രീൻ നോക്കിയിട്ട് വേറെ സ്ക്രീൻ ഫില്ല് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. അപ്പൊ അതിനായിട്ടാണ് ഇങ്ങനെ മൾട്ടി വിൻഡോ സപ്പോർട്ട് സോഫ്റ്റ്വെയറിലുള്ളത്.
ഇനിയിപ്പോ ഒരു വിൻഡോ കൂടി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം അത് ക്രിയേറ്റ് ചെയ്ത് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഇപ്പോൾ 6 വിൻഡോ ആകുന്നുള്ളൂ. അതായത് 1 2 3 4 5 ഇനി ഒരെണ്ണം കൂടി വരുമ്പോൾ ഇത് 6ാമത്തെ വിൻഡോ. ഇങ്ങനെ 6 വിൻഡോസ്. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ 6 വിൻഡോസ് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. ഇനി എക്സ്ട്രാ ഒരു വിൻഡോ കൂടി ഇവിടെ ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ എന്നോ ക്രിയേറ്റ് സെഷനോ ക്ലിക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം സമ്മതിക്കില്ല. കാരണം 6 വിൻഡോയെ നമ്മൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം 6 വിൻഡോ. അതാണ് SAP യുടെ ഒരു ലിമിറ്റേഷൻ, മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഇന്റർഫേസിൽ പറയേണ്ട മറ്റൊരു കാര്യമാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്രീനിന്റെ മുകളിലുള്ള ഈ ഒരു ഏരിയ ഉണ്ട്, അതാണ് ടൈറ്റിൽ ബാർ. അതായത് ഈ SAP ഈസി ആക്സസ് ഇതാണ്, അതാണ് ടൈറ്റിൽ ബാർ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പേജിലാണോ നിൽക്കുന്നത് അതിന്റെ പേരായിരിക്കും. അതായത് FS00 എഡിറ്റ് GL അക്കൗണ്ട് എന്ന് പറഞ്ഞ പേജാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ FB50 T-code/FB50. അതായത് ഇപ്പോ ഞാൻ വെറുതെ FB50 ടൈപ്പ് ചെയ്തപ്പോൾ T-code റൺ ആയില്ല. അപ്പോൾ വേറൊരു പേജിൽ നിൽക്കുകയാണെങ്കിൽ SAP മെനു എന്നുള്ള ഫസ്റ്റ് പേജ് അല്ലാതെ വേറെ ഏതെങ്കിലും പേജിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു /n കൂട്ടിച്ചേർത്തിട്ട് വേണം T-code ടൈപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ /n അല്ലെങ്കിൽ /o കൂട്ടിച്ചേർത്തിട്ട് വേണം T-code റൺ ചെയ്യാനായിട്ട്. അങ്ങനെ /n FB50 ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേജ് ഇവിടെ ഇപ്പോൾ റണ്ണായി, ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ആ പേജിന്റെ ടൈറ്റിൽ നോക്കാം, ഇതാണ് എന്റർ GL അക്കൗണ്ട് ഡോക്യുമെന്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത് പേജിലാണോ എത്തി നിൽക്കുന്നത് അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഈ ടൈറ്റിൽ ബാർ നോക്കിയാലും മതി. ഓക്കെ, ഇനി അതിന്റെ താഴെയുള്ള ടൈറ്റിൽ ബാറിന് താഴെയുള്ള ഒരു ഏരിയനെയാണ് ആപ്ലിക്കേഷൻ ടൂൾ ബാർ എന്ന് പറയുന്നത്. നിലവിലുള്ള വിൻഡോന് ബാധകമായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും ആപ്ലിക്കേഷൻ ടൂൾ ബാറിൽ കാണുന്നത്. അതായത് ഇപ്പോൾ ഇതുണ്ട്, ഈ ടൈറ്റിൽ ബാറിന് താഴെയുള്ള ഇവിടെ കുറച്ച് ബട്ടൺസ് കാണാം. ഓക്കെ, ഇങ്ങനെ ട്രീ, കമ്പനി, ഹോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബട്ടൺസ് കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ FS00 ആണെങ്കിലും ടൈറ്റിൽ ബാറിന് താഴെ വരുന്ന ഓപ്ഷൻസ് ഡിഫറെന്റ് ആണ്. കണ്ടു, ഇവിടെ എഡിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇനി വേറൊരു വിൻഡോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ആപ്ലിക്കേഷൻ ടൂൾ ബാർ, ടൈറ്റിൽ ബാറിന് താഴെ കാണുന്ന ഈ ഒരു ഏരിയയാണ് ആപ്ലിക്കേഷൻ ടൂൾ ബാർ. അവിടെ കാണുന്ന ഓപ്ഷൻസും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ ഏരിയയിലെ ഓപ്ഷൻസ് വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഏരിയാസ് എവിടെയാണ്, ഏകദേശം എവിടെയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ടൂൾ ബാറിലെ രണ്ടാമത്തെ ബട്ടണോ അല്ലെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുമ്പോൾ തിരിച്ചറിയാനായിട്ടാണ് ഇത് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ മെനു ബാർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, ആപ്ലിക്കേഷൻ ടൂൾ ബാർ, ആ രീതിയിലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുമായിട്ടുള്ളത്. ഇനി ഏറ്റവും താഴെയുള്ള ഏരിയ ആണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പൊ ജസ്റ്റ് വെറുതെ ഒന്ന് എൻ്റർ അടിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് എൻ്റർ അടിക്കുകയാണ്. ഇപ്പൊ താഴെ ഒരു മെസ്സേജ് വന്നില്ലേ, എൻ്റർ കോഴ്സീസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബോട്ടം ലെഫ്റ്റിലുള്ള ഏരിയനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരും. സാധാരണ നമുക്ക് 3 സിമ്പലുകളാണ് മെയിൻ ആയിട്ടും സ്റ്റാറ്റസ് ബാറിൽ വരുന്നത്. ഒന്ന് എറർ വരുമ്പോൾ ഉള്ള റെഡ് മെസ്സേജ്, അതാണ് ഇപ്പോ വന്നിട്ടുള്ളത്. എറർ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിലുള്ള എന്തോ മിസ്റ്റേക്ക് ആണ്. അതായത് ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് എറർ മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി സക്സസ് മെസ്സേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻഫോർമേഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ഇപ്പൊ നേരത്തെ സേവ് ചെയ്ത സമയത്ത് താഴെ ഡോക്യുമെന്റ് സേവ്ഡ് അല്ലെങ്കിൽ ഡാറ്റ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നു. അപ്പൊ ഒരു പച്ച കളറിലാണ് മെസ്സേജ് വന്നത്. അപ്പൊ ഈ പച്ച കളർ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതാണ് അത് മീനിങ്. ഇനി നെക്സ്റ്റ് മെസ്സേജ് ആണ് വാർണിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. ഈ വാർണിംഗ് മെസ്സേജ് വരുന്നത് ജസ്റ്റ് ഒരു പ്രിക്കോഷണറി മെസ്സേജ് ആയിട്ടാണ്. അതായത് ഒരു അറിയിപ്പായിട്ട് നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് വരും എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ഈ വാർണിംഗ് മെസ്സേജ് വരുന്നത്.
അതിപ്പോ നമ്മൾ FICO ചെയ്യുന്ന സിറ്റുവേഷനിൽ വളരെ കുറവാണ്. ചില വിൻഡോയിലൊക്കെ പോയി കഴിയുമ്പോൾ ഓക്കെ, അതായത് ഇപ്പോ ഈ ഒരു വിൻഡോയില് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ താഴെ വന്ന മെസ്സേജ് നോക്കാം. ഇതാണ് വാണിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഒരു വാല്യൂ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ മാറ്റുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് വരാനായിട്ടാണ് ഈ വാണിംഗ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള വാണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് കീബോർഡിൽ എൻ്റർ എന്നുള്ള കീ ഉണ്ട്, എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാണിംഗ് പോകും. ഓക്കെ, അതാണ് വാണിംഗ് മെസ്സേജിന്റെ പ്രത്യേകത. എറർ ആണെങ്കിൽ ആ എറർ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ 3 മെസ്സേജുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് കൺസൾട്ടന്റ് മെനു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം വർക്ക് ചെയ്ത അല്ലെങ്കിൽ ആദ്യം കണ്ട പേജ് ഇതായിരുന്നു. ഇതിനെയാണ് SAP മെനു എന്ന് പറയുന്നത്, ഫസ്റ്റ് പേജ്. ഈ SAP മെനുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കൺസൾട്ടന്റ് മെനു എന്ന് പറഞ്ഞ മെനുവിലേക്ക് വേണമെങ്കിൽ പോകാനായിട്ട് പറ്റും. ഈ കൺസൾട്ടന്റ് മെനുവിലാണ് എല്ലാ സെറ്റിങ്സും കമ്പനിയുടെ ആവശ്യം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെറ്റിങ്സും കസ്റ്റമൈസേഷൻ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നാണ്, കൺസൾട്ടന്റ് മെനുവിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺസൾട്ടന്റ് മെനുവിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ SPRO എന്നുള്ള T കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഏറ്റവും എളുപ്പ വഴി. അതായത് ഇവിടെ നിന്ന് ഡയറക്റ്റ് SPRO എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് പ്രൊജക്ട് എന്നുള്ള പേജ് വരും. ഇവിടെ നിന്ന് SAP റെഫറൻസ് IMG എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കൺസൾട്ടന്റ് മെനു എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കുറച്ച് മെനൂസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു മെനു ആയിട്ട് സിമിലർ ആണ് ഈ ഒരു മെനു. ഓക്കെ, പക്ഷെ ഇത് സാധാരണ ചെയ്യുന്നത് കൺസൾട്ടന്റ്, അതായത് ഇപ്പൊ SAPയിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ കൺസൾട്ടന്റ് പവർ യൂസർ എന്നുള്ള 2 ടൈപ്പ് പ്ലേസ്മെന്റ് ഉണ്ട്. കൺസൾട്ടന്റ് ആണ് സെറ്റിങ്സ് ചെയ്യുന്നത്, അപ്പോൾ അയാൾ വരുന്ന മെനു ഇതായിരിക്കും. പിന്നെ പവർ യൂസർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സംഭവിക്കുന്നത് ഈ ഒരു മെനുവിലായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടിലും ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അത് തിരിച്ച് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊളാപ്സ് ആയിട്ട് പോകും. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൺസൾട്ടന്റ് മെനുവിലാണ് എല്ലാ കോൺഫിഗറേഷൻസും കസ്റ്റമൈസേഷനും സംഭവിക്കുന്നത്. ഇനി SPRO ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SAP റെഫറൻസ് IMG എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൺസൾട്ടന്റ് മെനുവിലേക്ക് ജമ്പ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഇതില് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, അതായത് കൺസൾട്ടന്റ് മെനുവിലാണ് കമ്പനിയുടെ സെറ്റിങ്സും കോൺഫിഗറേഷൻസും കസ്റ്റമൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കമ്പനി കോഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ക്രിയേറ്റ് ചെയ്താണ്, ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ കിട്ടാനായിട്ട്. ഇന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾക്ക് വേണ്ട കമ്പനി ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഈ കൺസൾട്ടന്റ് മെനുവിലേക്ക് വരാനായിട്ട് ഒന്നില്ലെങ്കിൽ SPRO ടൈപ്പ് ചെയ്യുക, അതൊരു വഴി. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഇവിടേക്ക് എത്താം. അതായത് ഫസ്റ്റ് SAP മെനു ഒന്ന് ഈ ടൂൾസിൽ പോവാം. അതിൽ നിന്ന് കസ്റ്റമൈസിങ്ങിൽ IMG എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ എക്സിക്യൂട്ട് പ്രൊജക്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഇതിന്റെ അകത്തേക്ക് എത്താം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക, SPRO ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ വിൻഡോയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ എടുക്കാം. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഇത് മാത്രം ഇപ്പൊ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിനാൻസ് ആൻഡ് കൺട്രോളിങ്ങിന്റെ കോൺഫിഗറേഷൻസ് ആയിരിക്കും.
ഓക്കെ, അപ്പൊ ഫിനാൻസ് ആൻഡ് കൺട്രോളിങ്ങിന്റെ കുറച്ച് കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്റർപ്രൈസ് സ്ട്രക്ചർ കോൺഫിഗറേഷൻ ആണ് SAP-യിൽ. അതായത് ബാക്കി സോഫ്റ്റ്വെയർ പോലെയുള്ള എസ് ഐ പിയിൽ എല്ലാവരും നമ്മൾ ഒന്നിന്നൊരു വീട് ഉണ്ടാക്കുന്ന പോലെയാണ് SAP-യിൽ കമ്പനി കോൺഫിഗറേഷൻ ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഡാറ്റാസ് റെക്കോർഡ് ചെയ്തു. അതായത് ആദ്യം ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വരുമ്പോൾ ഒരു ബ്ലാങ്ക് സോഫ്റ്റ്വെയർ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മളുടെ കമ്പനി ഇതിന്റെ അകത്തില്ല. ഇതിലിപ്പോ ഇതൊരു ട്രെയിനിങ് സെർവർ ആയതുകൊണ്ട് മറ്റ് ക്ലാസ് റൂംസിലെ സ്റ്റുഡൻസും എല്ലാവരും ഇതിന്റെ അകത്ത് കമ്പനീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറെ കമ്പനീസ് കിടപ്പുണ്ട്. നിങ്ങളുടെ കമ്പനി ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൽ നമ്മളുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ SPRO എന്ന് പറഞ്ഞ വിൻഡോയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റീനെയാണ് എന്റർപ്രൈസ് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ബിസിനസ് സാമ്രാജ്യം ഇതിന്റെ അകത്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടാസ്കിലേക്കാണ് നമ്മൾ ഇനിയിപ്പോ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് കൺസൾട്ടന്റ് മെനു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കൺസൾട്ടന്റ് മെനുവില് നമ്മളിവിടെ വന്നിട്ടുള്ളത് ബിസിനസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് എന്റർപ്രൈസ് സ്ട്രക്ചർ ഡെഫിനിഷൻ ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ എന്റർപ്രൈസ് സ്ട്രക്ചറിൽ ഇതിങ്ങനെ കുറെ സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില് കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കിയത് ഇതിലെ 3 സ്റ്റെപ്പ് മാത്രമാണ്. SAP-യിൽ ഒരു കമ്പനി കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാലേ ഒരു കമ്പനിയുടെ കോൺഫിഗറേഷൻ തീരുള്ളൂ. അതായത് നമ്മൾക്ക് ജസ്റ്റ് കുറച്ച് ബില്ലുകളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. അപ്പൊ സാധാരണ നിങ്ങൾ ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ വേറെ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ആ സെറ്റിങ്സ് ചെയ്യുന്ന ആളെയാണ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺസൾട്ടന്റ് ആയിട്ട് ഒരു കമ്പനിയിൽ സാധാരണ അപ്പോയിന്റ് ചെയ്യുന്നത് കുറെ പേരുണ്ടാവും. മെയിൻലി അത്യാവശ്യം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും കൺസൾട്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് സാലറി കൂടുതലായിരിക്കും, കാരണം വർക്ക് ലോഡ് കൂടുതലാണ്. താഴെയുള്ള ഡാറ്റ എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ആളാണ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ കമ്പനിയിൽ കൺസൾട്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കും ആ വർക്കും ചെയ്യുന്നത്, കൺസൾട്ടിങ് വർക്ക്. അപ്പോൾ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, മെയിൻ കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രിയേഷൻ ഓഫ് മെയിൻ കമ്പനി. അപ്പോൾ ഈ എന്റർപ്രൈസ് സ്ട്രക്ചർ ഡെഫിനിഷന്റെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പേജില് ലോഗോൺ പേജിൽ വന്നപ്പോൾ ഒരു ക്ലയന്റ് എന്ന് പറഞ്ഞൊരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 810 എന്ന് പറഞ്ഞൊരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ക്ലയന്റ് പിന്നെ പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോ പറയാം നമുക്ക്. അതായത് ഇപ്പോ ടാറ്റ എന്ന് പറഞ്ഞൊരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കേസ് എടുക്കുക. അപ്പൊ ടാറ്റ എന്ന് പറയുന്നതാണ് അതിന്റെ ക്ലയന്റ്, അതായത് ഏത് ഓർഗനൈസേഷൻ ആണ് അതിനെയാണ് SAP-യുടെ ലാംഗ്വേജിൽ ക്ലയന്റ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഓർഗനൈസേഷന് താഴെ വരുന്ന 2 കമ്പനികളാണ് ടാറ്റ സ്റ്റീലും ടാറ്റ മോട്ടോറും. ഓക്കെ, അപ്പൊ 2 കമ്പനിയുടെയും വർക്ക് ഡിഫറെന്റ് ആണ്. ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റീൽ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് കാറുകൾ ഉണ്ടാക്കുക. അതാണ് 2 കമ്പനിയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ 2 കമ്പനിക്കും ഓരോ സെപ്പറേറ്റ് തലവന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സെപ്പറേറ്റ് സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരും വരുന്നത് ടാറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ ഒരു മെയിൻ
ആയിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നിങ്ങളെല്ലാവരും അസ്യൂം ചെയ്യുക, നിങ്ങളെല്ലാവരും 810 എന്ന് പറഞ്ഞ ക്ലയന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. SAPയിൽ പിന്നെല്ലാം കോഡുകളാണ്, അതായത് ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയുന്നത്. അപ്പൊ 810 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ഥാപനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കോഡ് എന്ന് ചിന്തിക്കാം. ഇനി ക്ലയന്റിന്റെ താഴെ വരുന്ന കമ്പനീസിനെയാണ് മെയിൻ കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു മെയിൻ കമ്പനിയാണ്. ടാറ്റ മോട്ടേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു മെയിൻ കമ്പനിയാണ്. ഇനി ടാറ്റ സ്റ്റീലിന്റെ താഴെ പല ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസുകളും ഉണ്ടാവും. അങ്ങനെ മെയിൻ കമ്പനിയുടെ താഴെ വരുന്ന കാര്യത്തിനെയാണ് കമ്പനി കോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ SAPയുടെ ഒരു ഹൈറാർക്കി ഇങ്ങനെയാണ്: ക്ലയന്റിന്റെ താഴെ മെയിൻ കമ്പനി ഉണ്ടാവും, മെയിൻ കമ്പനിയുടെ താഴെ കമ്പനി കോഡ് ഉണ്ടാവും, കമ്പനി കോഡിന്റെ താഴെ നമുക്ക് വീണ്ടും സബ് ഡിവിഷൻ ഉണ്ടാവും. അതായത് ഇപ്പൊ മുംബൈയുടെ അണ്ടറിൽ ധാരാവി, ബാന്ദ്ര എന്നിട്ടുള്ള 2 സബ് ഡിവിഷൻ ഉണ്ട്. അതിനെ നമുക്ക് ബിസിനസ് ഏരിയ എന്നോ അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെയാണ്: ക്ലയന്റ്, മെയിൻ കമ്പനി, കമ്പനി കോഡ്. ഈ ഒരു ഓർഡറിലായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഒക്കെയാണ് ഇങ്ങനെയായിരിക്കും നമ്മളുടെ എന്റർപ്രൈസ് സ്ട്രക്ചർ പോകുന്നത്. ആ ഒരു ഓർഡർ ഒക്കെയാണല്ലോ. ഇന്നലെ നിങ്ങളിപ്പോ അതില് മെയിൻ കമ്പനിയും കമ്പനി കോഡാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്ലയന്റ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വരില്ല, കാരണം ഓൾറെഡി സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ തന്നെ ക്ലയന്റ് കോഡ് ആയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷന്റെ പേരിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ക്ലയന്റ് കോഡ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വരില്ല. അപ്പൊ നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ കമ്പനി ക്രിയേഷൻ മുതലാണ്. അപ്പൊ തൽക്കാലം നമുക്ക് എല്ലാവർക്കും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ മെയിൻ കമ്പനി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ടി കോഡ് ടൈപ്പ് ചെയ്യാം. ഇതാണ് എളുപ്പം. അതായത് OX15 എന്നുള്ള ടി കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തും. പിന്നെ ഇപ്പോ നിങ്ങളുടെ നോട്ടില് കംപ്ലീറ്റ് പാത്ത് വേ എഴുതുന്നില്ല. അതായത് പാത്ത് വേ എന്ന് പറയുന്നത് ഇപ്പൊ മെയിൻ കമ്പനി ക്രിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, SAPയിൽ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യണം. കുറെ നേരം സെർവറിൽ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ഔട്ട് ആക്കും. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇവ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ SPROയിൽ പോയി SAP റെഫറൻസ് IMGയിൽ പോയി ഈ എന്റർപ്രൈസ് സ്ട്രക്ചർ അതില് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനി സെർവറിലേക്ക് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഡെഫിനിഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള മൊഡ്യൂളാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പോയി ഇവിടെ അവസാനം ഒരു എക്സിക്യൂട്ടബിൾ ഒബ്ജക്റ്റിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കൺസൾട്ടന്റ് മെനുവിലാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഇതിനെയാണ് എക്സിക്യൂട്ട് ബട്ടൺ എന്ന് പറയുന്നത്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു വിൻഡോയിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇതേപോലെ പാത്ത് വേ ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇതേപോലെ പാത്ത് വേ വെച്ച് പറയുകയാണെങ്കിൽ കുറെ സമയം പിടിക്കും. നമ്മൾക്കാകെ കുറച്ച് സമയമുള്ളൂ. അപ്പോ പാത്ത് വേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഇവിടുന്ന് ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടില് ടി കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പാത്ത് വേ എഴുതി കഴിയാൻ കുറെ സമയം പിടിക്കും. അപ്പോ ടി കോഡ് അറിയാമെങ്കിൽ അതിന്റെ പാത്ത് വേ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അതായത് ഇപ്പോ OX15 പാത്ത് വേ ഇൻ SAP എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാത്ത് വേ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അതായത് പാത്ത് വേ നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ആ പാത്ത് വേ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. മാക്സിമം ടി കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് പെട്ടെന്ന് തീരും. പാത്ത് വേ കൂടി പറഞ്ഞ് എഴുതിയൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും സമയം പിടിക്കും. ഓക്കെ, നമ്മൾക്കപ്പോ ഈ പറഞ്ഞ ആകെ കുറച്ച് സമയമുള്ള നമുക്ക് ഇതൊക്കെ പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് പാത്ത് വേ വേണമെന്നുണ്ടെങ്കിൽ ടി കോഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് വേ കിട്ടും. ഓക്കെ,
പിന്നെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ SIPയുടെ ഇന്റർവ്യൂവിനൊക്കെ പാത്ത് വേ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പാത്ത് വേ ഒന്ന് നോക്കി പോവാം. അതായത് ഇപ്പോ എനിക്ക് ഏത് പാത്ത് വേ എവിടെയാണെന്നുള്ളത് ഏകദേശം ഒരു ജനറൽ ഐഡിയ ഉണ്ട്. അപ്പൊ നിങ്ങൾ പാത്ത് വേ ആവശ്യമുണ്ടെങ്കിൽ ഒന്നങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം, പാത്ത് വേ കിട്ടും. ഓക്കെ, ടീ കോഡ് വെച്ചിട്ട്. ഇനി ഇവിടെ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി എല്ലാവരും കൂടുതലും ടീ കോഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം വർക്ക് പെട്ടെന്ന് തീരാനായിട്ട് ടീ കോഡ് യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അതായത് ഇപ്പോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡിഫൈൻ കമ്പനിയിലേക്ക് എത്തുന്നതിനേക്കാളും എന്തുകൊണ്ടും എളുപ്പം ടീ കോഡ് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ വെറുതെ നമ്മളൊരു വിൻഡോയിൽ നിൽക്കുന്ന സമയത്ത് OX15 എന്ന് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു വിൻഡോയിലേക്ക് എത്തും. ഓക്കെ, അതാണ് ടീ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്. ഓക്കെ, അപ്പോ OX15 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും. ഓക്കെ, ഇതാണ് OX15. ഓക്കെ, അപ്പൊ ഇതിപ്പോ നോട്ട് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നില്ല, വെറുതെ സമയം പോകും, അതുകൊണ്ട് നോട്ട് എഴുതണല്ലോ. ഇനി നോട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് സമയം ഉണ്ടെങ്കിൽ പോയിരുന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ OX15 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഇനി ഇവിടെ ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഒരു ന്യൂ എൻട്രീസ് ആയിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ OX15 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ക്ലിക്ക് ന്യൂ എൻട്രീസ്. ഈ ന്യൂ എൻട്രീസ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് വരും. ഈ ബ്ലാങ്ക് പേജിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് കമ്പനി, പിന്നെ കമ്പനി നെയിം, കമ്പനി നെയിം ഓഫ് കമ്പനി 2 എന്ന് പറഞ്ഞ കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ SAPയിലെല്ലാം കോഡുകൾ വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കുന്ന കോഡ് നിങ്ങൾ തന്നെ ഓർത്ത് വെക്കണം. അതായത് ഇപ്പൊ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കോഡുകൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ആ കമ്പനീനെ തിരിച്ചറിയാൻ പറ്റൂല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോ അതിലെ ഏറ്റവും നല്ല കാര്യം, നോർമലി ഇപ്പോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകൾ ഒരു എക്സൽ ഫയലിലാക്കി വെക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇതേപോലെ എക്സൽ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ നോട്ട് പാഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന കോഡുകൾ എവിടെയെങ്കിലും എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയാണ്. ഇപ്പൊ തൽക്കാലം ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. മെയ് 2024. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകൾ അപ്പൊ തന്നെ ഒന്ന് എഴുതി വെക്കുക. ആദ്യം ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെയിൻ കമ്പനി എന്ന് പറഞ്ഞ കോഡാണ്. ഇനി കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കുക. ഏറ്റവും എളുപ്പം ഒറ്റ കോഡ് കൊടുക്കും, 4 ഡിജിറ്റുള്ള കോഡ് കൊടുക്കുന്നതാണ്. അതാവുമ്പോൾ ഒരു ഗുണമുണ്ട്, എല്ലാത്തിനും ഒരേ കോഡ് തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ ഓർക്കാനും കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മെയിൻ കമ്പനി ക്രിയേറ്റ് ചെയ്യണം, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യണം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കണം. ഇനി ഓരോന്നിനും പല പല കോഡുകൾ കൊടുക്കുക. അതായത് ഇപ്പോൾ TTMR മെയിൻ കമ്പനി കൊടുത്തു, പിന്നെ TTCC കമ്പനി കോഡ് കൊടുത്തു, ബിസിനസ് ഏരിയ TTBA എന്നങ്ങനെ കൊടുക്കുക. അങ്ങനെ പല പല കോഡ് കൊടുക്കുക. അങ്ങനെ ഒരു രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേ കോഡ് കൊടുക്കുന്ന രീതിയിൽ ഫോളോ ചെയ്യാം. ഇങ്ങനെ ഒരേ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഓർക്കാൻ എളുപ്പമായിരിക്കും. അതായത്
ഓർക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ കോഡ് പേസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ പേസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഒരേ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ. കോഡ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആ പറഞ്ഞത് ഓക്കെയാണ്? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനി കോഡ് അല്ല, മെയിൻ കമ്പനി ആയതുകൊണ്ട് ഇവിടെ തൽക്കാലം TTMR എന്ന് പറഞ്ഞ കോഡ് കൊടുത്തു. പിന്നെ കമ്പനിയുടെ പേര് ടാറ്റ മോട്ടോഴ്സ് എന്ന പേര് കൊടുത്തു. ഇനി നെയിം ഓഫ് കമ്പനി 2 എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് വേറെ എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ ഷോർട്ട് ഫോം ആയിട്ട് TMRS വിളിക്കുന്നുണ്ടെങ്കിൽ TMRS, അതാണ് നെയിം ഓഫ് കമ്പനി 2. ഇനി ഇത് ബ്ലാങ്ക് ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ട്രീറ്റ് കൊടുക്കുക. PO ബോക്സ് അതും കൊടുക്കുക. പോസ്റ്റൽ കോഡ് എന്ന് പറയുന്ന കോഡാണ്, അക്കമാണ്, ഡിജിറ്റ് ആണ്. അപ്പോൾ ഒരു 6 ഡിജിറ്റുള്ള നമ്പർ ടൈപ്പ് ചെയ്യാം. സിറ്റി എല്ലാം ഇപ്പോൾ എറണാകുളമാണ് കൊടുക്കുന്നത്. ഓക്കെ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കാര്യമാണ് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടെക്സ്റ്റ് ബോക്സ് പോലെയല്ല, ഈ കൺട്രി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സൈഡിൽ ഒരു റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ കിടപ്പുണ്ട്. ഇതിനെയാണ് ഫീൽഡ് സെർച്ച് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിജിറ്റിന് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾക്ക് തോന്നിയ പോലെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എറർ കാണിക്കും. അതായത് IND ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എറർ കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ഓൾറെഡി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ഇന്ത്യയുടെ കോഡ് എന്താണ്? ഇന്ത്യയുടെ കോഡ് IN ആണ്. ഓക്കെ, ഡയറക്റ്റ് IN ഡബിൾ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് IN എത്തിക്കഴിയുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ IN വരും. ഇനി ഇതിന് പകരം ഡയറക്റ്റ് IN എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, കോഡ് അറിയാമെങ്കിൽ ഡയറക്റ്റ് IN. ഇനി ഇതേപോലെയാണ് ലാംഗ്വേജ് ഒന്നുകിൽ സെർച്ച് ചെയ്തിട്ട് EN അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കറൻസി INR എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ ഇതേ സ്ക്രീൻഷോട്ട് തന്നെ ഇപ്പൊ ഞാനെടുത്ത് ഈ നോട്ടിലും എഴുതുന്നുണ്ട്. ഓക്കെ, ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ക്രീനിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കോഡില്ലേ, ഇതിപ്പോ ഞാൻ ഓൾറെഡി TTMR എന്നുള്ള കോഡ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇനി ആ കോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പൊ TTMK എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് സേവ് ചെയ്യുക. സേവ് ദ സ്ക്രീൻ. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്യണം. ഇനിയിപ്പോ സേവ് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന യൂസർ ID അനുസരിച്ചിരിക്കും സേവ് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ. ഓക്കെ, ഇപ്പൊ തൽക്കാലം ആരും യൂസ് ചെയ്യാത്തൊരു യൂസർ ID ഞാനിപ്പോ എടുക്കുകയാണ്. Active034. ഓക്കെ, ഈ യൂസർ ID ആരും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ നിങ്ങള് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം യൂസർ ID എന്നായിരിക്കും ഫസ്റ്റ് ടൈം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നാളിപ്പോ നമ്മൾ ഈ പറഞ്ഞ യൂസർ ID യൂസ് ചെയ്യും. അപ്പൊ അതിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ഇവിടെ പറഞ്ഞത് സേവ് ചെയ്യുക എന്നായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പൊ സ്ക്രീന് നമ്മളൊന്ന് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്തു.
ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഈ വിൻഡോനെയാണ് പ്രോംപ്റ്റ് ഫോർ കസ്റ്റമൈസിങ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോംപ്റ്റ് ഫോർ കസ്റ്റമൈസേഷൻ. Window will appear if the user ID is new. ഓക്കെ, യൂസർ ഐ ഡി പുതിയതാണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വരുള്ളൂ. ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള യൂസർ ഐ ഡി ആണെങ്കിൽ ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോ ഇഫ് എ റിക്വസ്റ്റ് number already exists, just press enter or else create new. ഓക്കെ, അതായത് പുതിയ ഒരു ഐഡിയ ആണെങ്കിൽ ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇവിടുന്ന് ഇപ്പോ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിസ്റ്റം ഇങ്ങനെ സ്പെസിഫൈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ബട്ടൺ, ഈ പേജിന്റെ സിമ്പിൾ, ചെറിയൊരു പേജിന്റെ സിമ്പിൾ എടുക്കുന്നുണ്ടാവും. ആ ഒരു ക്രിയേറ്റ് റിക്വസ്റ്റ് ബട്ടനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ പേജിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ക്രിയേഷൻ വിൻഡോ വരും. ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് വേറൊരാളുടെ അല്ലെങ്കിൽ വേറൊരു സെർവറിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ അപ്രൂവൽ എടുക്കണം. അപ്പോൾ ആ അപ്രൂവൽ എടുക്കാനുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ റിക്വസ്റ്റ് പോലെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തൽക്കാലം വെറുതെ ട്രെയിനിങ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്പെസിഫൈ എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്ലിക്ക് സേവ്. ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെ താഴെ കാണാൻ പറ്റും. ആ ഒരു സേവ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ സേവ് ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂല. സേവ് തന്നെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ പറയുന്നുണ്ട്, എൻ്റർ കീ പ്രസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒരു റിക്വസ്റ്റ് നമ്പർ കിട്ടും. ഓക്കെ, സിസ്റ്റം തന്നെ നമുക്ക് തരും. ഓക്കെ, you will get a request number. ഓക്കെ, റിക്വസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അതായത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക, ഡാറ്റ സേവ്ഡ് എന്നുള്ള മെസ്സേജ് താഴെ വരും. അതായത് ഇപ്പൊ നമ്മളുടെ ആ ഒരു ചേഞ്ച് സെർവർ അക്സെപ്റ്റ് ചെയ്തു, ഡാറ്റ സേവ് എന്നുള്ള മെസ്സേജ് വരും. ഓക്കെ, ഇങ്ങനെ ഡാറ്റ സേവ്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് നമ്മുടെ മെയിൻ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അതായത് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൻ കമ്പനി ക്രിയേഷൻ, അത് നമ്മളുടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് കമ്പനി കോഡ് എന്ന് പറയുന്ന കാര്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് കമ്പനി കോഡ് ക്രിയേഷൻ. അപ്പോൾ എന്താണ് കമ്പനി കോഡ് എന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈറാർക്കി പറഞ്ഞപ്പോൾ മെയിൻ കമ്പനിയുടെ താഴെയുള്ള കാര്യം, അതായത് ഹെഡ് ഓഫീസുകളും ബ്രാഞ്ചുകളുമാണ് കമ്പനി കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാറ്റ മോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു
കമ്പനി കോഡാണ് അല്ലെ മെയിൻ കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ തൽക്കാലം നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിൻ കമ്പനിയും കമ്പനി കോഡും രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കാം. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാനും ഒന്നല്ലെങ്കിൽ പാത്ത് വേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ OX02 എന്നുള്ള ടി കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു കമ്പനി കോഡ് എന്നുള്ള പേജിലേക്ക് വരും. ഇനി കമ്പനി കോഡ് പേജിലേക്ക് പോകുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പിന്നീട് എഴുതും. ഇപ്പൊ തൽക്കാലം ഞാനതൊന്ന് മാറ്റണം. ഓക്കെ, അപ്പോ ഇതാണ് OX02 ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ. അപ്പോൾ അതിന്റെ ടൈറ്റിൽ നോക്കാം, ചേഞ്ച് ഓർ വ്യൂ കമ്പനി കോഡ് എന്നാണ് ആ ഒരു വിൻഡോന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മൾ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ന്യൂ എൻട്രീസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. SAP യൂസ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യം, എന്ത് സംഭവം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്ത് ആ ഒരു ലോജിക്കിൽ അതായത് ശരിക്കും പറഞ്ഞ ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. കുറെ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി പോവാം. നമ്മൾ ഈ പറഞ്ഞ ഈ ചില പിള്ളേർക്ക് ഈ ബ്ലോക്ക് വെച്ചിട്ടുള്ള ഗെയിം കൊടുക്കില്ല, അതേപോലെ തന്നെ ഇങ്ങനെ കട്ട ഇങ്ങനെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ കമ്പനിയുടെ പേര്, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ എല്ലാത്തിനും സെയിം കോഡ് തന്നെ യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പൊ ഞാൻ സെയിം കോഡ് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ടാറ്റ മോട്ടേഴ്സ് എന്ന് പറഞ്ഞ മെയിൻ കമ്പനിക്കും TTMR, കമ്പനി കോഡിന് TTMR. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ കോഡുകൾ കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് സെയിം കോഡ് തന്നെയാണ് കൊടുക്കുന്നത്, TTMR. ഇനി ഒരിക്കലും ഈ SAP സ്ക്രീനിൽ നിൽക്കുമ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യാൻ പാടില്ല. അതായത് എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർവർ വിചാരിക്കുന്ന എല്ലാ ഡാറ്റയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ സെർവർ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാനായിട്ട് മറന്നുപോയി എന്നുള്ള രീതിയിലായിരിക്കും സെർവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ മൊത്തത്തിൽ ലോക്ക് ആക്കി കളയും. അതായത് ഇന്നലെ അനീസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ ഇങ്ങനെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, അപ്പോൾ സ്ക്രീൻ ഇവിടെ ഇപ്പൊ താഴെ എറർ മെസ്സേജ് വന്നിരിക്കുകയാണ്. എറർ മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്, ഫിൽ ഇൻ ഓൾ റിക്വയർഡ് എൻട്രി ഫീൽഡ്സ്. ചില സ്ക്രീനുകളിൽ ചില ടെക്സ്റ്റ് ബോക്സുകൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അതാണ് റിക്വയർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒരു കറൻസി എന്ന് പറയുന്നത് റിക്വയർഡ് ആയിരുന്നു. അതിന് നേരെയാണ് ആ ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ടിക്ക് സിമ്പിൾ കിടക്കുന്നത്. അപ്പൊ അത് റിക്വയർഡ് ആണ്. അപ്പൊ അതെങ്ങനെ എറർ വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ എറർ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു മൊമെന്റിൽ ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ബാക്കി ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ സിസ്റ്റം സ്ക്രീൻ ഇങ്ങോട്ട് ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി എറർ സോൾവ് ചെയ്യുക. അതായത് ഇപ്പോൾ കറൻസി ടൈപ്പ് ചെയ്തതാണ് പ്രശ്നം. കറൻസിയുടെ കോഡ് ഇന്ത്യൻ റുപ്പിയാണ്, INR എന്ന് പറയുന്നതാണ് കോഡ്. അപ്പൊ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ ഒന്ന് സോൾവ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ സോൾവ് ആവും. ഓക്കെ, അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതാണ് ഉദ്ദേശിച്ചത്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റർ കീ പ്രസ് ചെയ്യുക. മാക്സിമം ലാസ്റ്റ് എല്ലാ ഡാറ്റയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പേര് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഹെഡ് ഓഫീസ് എന്നാണ് കൊടുക്കുന്നത്. സിറ്റി എറണാകുളം തന്നെ കൊടുക്കുക. കൺട്രി ഇന്ത്യ, ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇതിങ്ങനെ ഒന്നില്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ന്യൂ എൻട്രീസ് കൊടുത്ത് ഈ ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ, ഇവിടെ കണ്ടു ഇപ്പോൾ സേവ് ഓപ്ഷൻ ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്, കാരണം എററിൽ നിൽക്കുകയാണ്.
അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. ആ എറർ മാറി ആ ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ചെയ്യേണ്ടത് സേവ് ആണ് ചെയ്യേണ്ടത്. നൗ സേവ് ദ സ്ക്രീൻ. ഓക്കെ, സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ കമ്പനിയുടെ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. അവിടെ കമ്പനിയുടെ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ടൈപ്പ് ചെയ്യണമെന്നില്ല, ഇതിപ്പോ ട്രെയിനിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഇന്ത്യ ആണ് കൊടുക്കുന്നതെങ്കിൽ റീജിയൺ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിലെ റീജിയൻസ് കാണാം. ഇപ്പൊ ഇവിടെ കേരള എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, KL, കേരള കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണമെന്നില്ല. പിന്നെ ഇതിലൊരു സെർച്ച് ടൈം എന്ന് പറഞ്ഞൊരു കാര്യം കിടപ്പുണ്ട്. സെർച്ച് ടൈം നമുക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടേമാണ്. എന്താണ് ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്? നമ്മൾക്ക് വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു സെർച്ച് ടൈം. തൽക്കാലം സെർച്ച് ടൈമിൽ നിങ്ങളുടെ കമ്പനി കോഡ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നമ്പർ, ഇപ്പൊ നിങ്ങളുടെ ID ആകാം, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ആകാം, അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാത്തിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോഡ് സെർച്ച് ടൈം ആയിട്ട് കൊടുക്കുക. അതായത് സെർച്ച് ടൈമിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടേമാണ് സെർച്ച് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ടൈപ്പ് in the address detail and press enter. അഡ്രസ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോ ആ ഒരു കമ്പനി കോഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഓക്കെ, നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അസൈൻ കമ്പനി കോഡ് ടു കമ്പനി. അതാണ് ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അസൈൻ കമ്പനി കോഡ് ടു കമ്പനി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പില് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നിലവിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്: മെയിൻ കമ്പനിയും കമ്പനി കോഡും. ഈ മെയിൻ കമ്പനി ഒരു സ്ഥലത്ത് കിടക്കുന്നു, കമ്പനി കോഡ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് ആണ്. രണ്ടും രണ്ട് T കോഡിലാണ് കിടക്കുന്നത്. സിസ്റ്റത്തിന് അറിയില്ല ഇത് രണ്ടും ഒരു കൊടക്കീഴിലാണ്, അല്ലെങ്കിൽ രണ്ടും കണക്റ്റഡ് ആണെന്ന് സിസ്റ്റത്തിന് അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാനായിട്ട് പോകും. ഒറ്റ കളറിൽ ആണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പോകും. ആ കണക്ഷനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ആ അസൈൻമെന്റ് ആണ് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത്. T കോഡ് ഇതാണ്, OX16. അപ്പോ ഇവിടെ നിൽക്കുമ്പോൾ /OX16 ടൈപ്പ് ചെയ്യാം, എന്റർ കീ പ്രസ് ചെയ്യുക. ഇതിനൊക്കെ പാത്വേ ഉണ്ട്, പാത്വേ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ OX16 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അസൈൻമെന്റ് കമ്പനി കോഡ് എന്നുള്ളൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ പേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ മറ്റുള്ള ആൾക്കാരുടെ എല്ലാ കമ്പനീസും നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ കമ്പനി ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ കമ്പനിയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ഇത്, ഈ പൊസിഷൻ എന്ന് പറഞ്ഞ ബട്ടൺ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് ക്ലിക്ക് പൊസിഷൻ ആൻഡ് സെർച്ച് ഫോർ യുവർ കമ്പനി കോഡ്. പൊസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമ്പനി കോഡിനെ സെർച്ച് ചെയ്യുക. അതായത് കമ്പനി കോഡാണ് കേട്ടോ, മെയിൻ കമ്പനി കോഡല്ല, കമ്പനി കോഡ്. ഓക്കെ, രണ്ട് കോഡ് കൊടുക്കണമെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സെയിം കോഡാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതായത് ഇവിടെ നിൽക്കുമ്പോൾ പൊസിഷൻ ക്ലിക്ക് ചെയ്യാം, കമ്പനി കോഡ് ഏതാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക. അതായത് ഇപ്പൊ എന്റെ TTMR ആണ്, അതിങ്ങനെ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക, സ്വന്തം കമ്പനി കോഡിന് ഇങ്ങനെ സെർച്ച് ചെയ്യാം.
പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അപ്പോൾ നമുക്ക് ഒരു കോഡിലേക്ക് എത്താൻ പറ്റുന്നത്. എല്ലാ വിൻഡോയിലും താഴെ ഒരു പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത്, അതായത് ഇപ്പൊ ഇവിടെ കോഡ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ആ ഒരു കമ്പനിയിലേക്ക് എത്തി. ടാറ്റ മോട്ടോഴ്സ് ഹെഡ് ഓഫീസ് എറണാകുളം എന്നുള്ള കമ്പനിയിലേക്ക് എത്തി. ഇനി ഇതിന് നേർക്ക് കാണുന്ന ഈ ഒരു ഫീൽഡാണ് കമ്പനി എന്ന് പറയുന്നത്, മെയിൻ കമ്പനി. നിലവിൽ ഇപ്പോൾ ഇവിടെ നോക്കുക, കുറെ കാര്യങ്ങൾക്ക് മെയിൻ കമ്പനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കമ്പനിയായ TTMR ചാടിപ്പോയി. ഈ TTMR നേർക്ക് കമ്പനി ഫീൽഡ് ബ്ലാങ്ക് ആണ്. ഇതിങ്ങനെ അനാഥമായിട്ട് കിടക്കുകയാണ്. ആ ഒരു ഓർഫൻഡ് സ്റ്റേജിൽ നിന്ന് ഈ കമ്പനിക്ക് ഒരു മെയിൻ കമ്പനി ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ മെയിൻ കമ്പനിയുടെ കോഡ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ലിങ്കിങ് നടക്കുകയുള്ളൂ. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്പെസിഫൈ യുവർ മെയിൻ കമ്പനി കോഡ് ആൻഡ് സേവ്. ഓക്കെ, മെയിൻ കമ്പനിയുടെ കോഡ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം. മെയിൻ കമ്പനി കോഡ് കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജ് നേരത്തെ നമ്മൾക്ക് വന്നതായിരുന്നു. അതായത് സെർവറിൽ കൺസൾട്ടന്റ് മെനുവിൽ എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മുടെ റിക്വസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ട്രെയിനിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നും പുതിയ പുതിയ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്പറും വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അതായത് ഇങ്ങനെയുള്ള വിൻഡോ ഇനി മുന്നിൽ പോകുമ്പോൾ എപ്പോഴും വന്ന് കൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. പ്രസ് എൻ്റർ ടു സേവ് ദ സ്ക്രീൻ. അതായത് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഡാറ്റ സേവ്ഡ് എന്നുള്ള രീതിയിൽ മെസ്സേജ് വരും. ഓക്കെ, അതോടെ അതും കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പാർട്ടാണ് ബിസിനസ് ഏരിയ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫൈൻ ബിസിനസ് ഏരിയ. ഓക്കെ, അപ്പൊ ബിസിനസ് ഏരിയ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കമ്പനി കോഡിന്റെ താഴെയുള്ള സബ് ഡിവിഷനാണ് ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനും ഞാനിപ്പോ യൂസ് ചെയ്യാൻ പോകുന്ന കോഡ് TTMR എന്ന് പറഞ്ഞ കോഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യാനുള്ള T കോഡ് OX03 ആണ്. ആ T കോഡ് ടൈപ്പ് ചെയ്യാം. ഈ ഒരു പേജ് വരും. നേരത്തെ കഴിഞ്ഞ സിറ്റുവേഷനൊക്കെ ചെയ്ത പോലെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ന്യൂ എൻട്രീസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ്. ഓക്കെ, അപ്പോൾ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ബിസിനസ് ഏരിയയുടെ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ TTMR എന്നുള്ളതാണ് ബിസിനസ് ഏരിയയുടെ കോഡ്. ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ എറണാകുളം എന്ന് പറഞ്ഞൊരു സബ് ഡിവിഷന്റെ കോഡ് ഉണ്ടാക്കിയാണ്. ഇങ്ങനെ എത്ര വേണമെങ്കിലും ബിസിനസ് ഏരിയ ഇങ്ങനെ താഴെ താഴെയായിട്ട് ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഒരെണ്ണം മതി. അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് കൊടുക്കുക. സ്പെസിഫൈ കോഡ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സേവ്. ഓക്കെ, അപ്പൊ കോഡ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പിന്നെ സ്ക്രീൻ ഒന്ന് സേവ് ചെയ്താൽ മാത്രം മതി. സേവ് ചെയ്യുമ്പോൾ ഈ മെസ്സേജ് വരും. ഓക്കെ, അപ്പൊ ഈ മെസ്സേജ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് എൻ്റർ അടിക്കാം. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഡാറ്റ സേവ് ആയിക്കോളും. ഓക്കെ, ഇന്ന് ഓക്കെ ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്.
ഓക്കെ, ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയിലെ ലെഡ്ജർ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ നമ്മൾ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊരു ഓർഡർ കൊടുക്കുന്നതാണ് ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് കോൺഫിഗറേഷൻ ഉണ്ട്, കാരണം അതിൽ ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെ അക്കൗണ്ട് ഗ്രൂപ്പ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇന്നിപ്പോ സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ നോട്ട് ഞാനിപ്പോ ഇതുവരെയുള്ള കാര്യം ഒരു PDF ആക്കി ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് ഈ T കോഡ് വെച്ച് ചെയ്താൽ മതി. T കോഡ് വെച്ച് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ ആ ഒരു പാത്ത് വേ കൂടി ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അതായത് പാത്ത് വേ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോ ഈ SPRO പോയി കഴിഞ്ഞാൽ എല്ലാ പാത്ത് വേ കാണാൻ പറ്റും. ഇവിടെ നിന്ന് എന്റർപ്രൈസ് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ എന്ത് ക്രിയേറ്റ് ചെയ്യുക, അതായത് കമ്പനി കോഡ് അത് ക്രിയേറ്റ് ചെയ്യുക. അസൈൻമെന്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനേയും അസൈൻമെന്റും ചെയ്യാനായിട്ട് പറ്റും. അസൈൻ കമ്പനി കോഡ് കമ്പനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇടക്ക് സ്ക്രീൻ ലോക്കിംഗ് വരും. അപ്പൊ സ്ക്രീൻ ലോക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു SM12 പോയിട്ട് ഒന്ന് അൺലോക്ക് ചെയ്യുക. ഇനിയിപ്പോ അഫ്സൽ ചെയ്യുമ്പോൾ ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അൺലോക്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പോ അങ്ങനെ